ശ്രീഗണേശാശാരദാ ഗുരുഭ്യോ നമഃ. സദാശിവസമാരംഭാം വ്യാസശങ്കരമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശ്രീ ഗുരുവായൂരപ്പാ ശരണം, ശ്രീ ഗുരുവായൂരപ്പാ ശരണം, ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ശ്രീഹരിയും ഒരു നിഴനാരായണിയും ദശകം 90. വിഷ്ണു മഹത്വ സ്ഥാപനം. വൃകാസുരൻ, ഭൃഗുമുനി, മോഹിനിയും അംബരീഷൻ തുടങ്ങിയോ തൻ കഥയിൽ തവ മാഹാത്മ്യം വിളങ്ങുന്നു. സർവദേവ വിജയിയം ഭഗവാനെ, അനിർവചനീയ ചൈതന്യവും നീ തന്നെ. ബ്രഹ്മാ വിഷ്ണു മഹേശ്വരൻ, ഈശ്വരനും സദാശിവൻ, അഞ്ചുകളൊക്കെയും ഭവൻ തന്നെയാണല്ലോ. സത്യലോകേ ത്രിമൂർത്തി ഭാവത്തെ ആശ്രയിക്കുന്നതും സത്യരൂപാ വൈകുണ്ഠത്തിൻ നാഥാ നീ തന്നെ. ത്രിമൂർത്തികളിലോ സത്വഗുണമേറും ഭാവം വിഷ്ണു, രജോ ഗുണമേറിയവൻ ബ്രഹ്മദേവനും. ശങ്കരനെന്നുള്ള മൂർത്തി സത്വഗുണാധിക്യമുള്ള തമോ ഗുണപ്രവൃത്തിയും ചേർന്നതാണല്ലോ. മൂർത്തിത്രയങ്ങൾക്കും മീതെ മിന്നിടുന്ന ഈശ്വരനും പരമതത്വരൂപിയം ഭഗവാൻ തന്നെ. പരമാർത്ഥം പറഞ്ഞിട് ശിവസ്വരൂപവും ഭവൻ എന്നതിനു എത്ര എത്ര പ്രമാണമുണ്ട്. ശ്രീശങ്കരാചാര്യ സ്വാമി സകലന്മാരിലോ ഭക്ത്യാ അവിടുത്തെ രൂപം ആദ്യം മാനിച്ചിടുന്നു. സഹസ്രനാമത്തെ ഭവൽ പരമായി വ്യാഖ്യാനിച്ചു അങ്ങയെ സ്തുതിച്ചു പിന്നെ സദ്ഗതി നേടി. മന്ത്രശാസ്ത്ര ഗ്രന്ഥത്തിങ്കൽ ശ്രീശങ്കരാചാര്യൻ താനും ത്രിമൂർത്തികളിൽ പ്രധാനി നീ എന്നു ചൊല്ലി. പ്രണവത്തിൽ നിഷ്കളമം ധ്യാനമുപേക്ഷിച്ചിട്ടും സകലനാം നിന്നെ തന്നെ ഭജിച്ചിടുന്നു. പുരാണ സംഗ്രഹത്തിലോ സംശയലേശമില്ലാതെ പുരുഷോത്തമ നിന്നുടെ മഹിമ ചൊല്ലി. സത്യലോകത്തിനും മേലെ വൈകുണ്ഠമെന്നതു സത്യം, ശിവനിതുപോലെയൊരു സ്ഥാനവുമില്ല. ബ്രഹ്മകൽപ്പത്തിങ്കൽ ഭവൻ ബ്രഹ്മാവിനെ കാട്ടിയതും ഭാഗവതം തന്നിൽ പ്രതിപാദിപ്പിച്ചതും യാതൊരു ശരീരമാണോ അതു തന്നെ ഹരി എന്നു മാധവാചാര്യനും കൂടി സമ്മതിക്കുന്നു. വാസനയ്ക്കൊത്ത വിധത്തിൽ ശിവനെ ഭജിച്ചിടുമ്പോൾ ശിവഭക്തി കൊണ്ടു തന്നെ ഫലമുണ്ടാകും. അവർക്കെല്ലാം ആരാധിക്കാൻ വേണ്ടി മാത്രമല്ലേ വ്യാസൻ സ്കാന്ധാദിയിൽ അവിടേക്കു താഴ്ചയെ ചൊല്ലി. അർത്ഥവാദം 3 വീതം വർണ്ണിച്ചിടും വസ്തുവിങ്കൽ രുചി വളർത്തിടുകെന്ന ഉദ്ദേശം മാത്രം. സ്കാന്ധാദി പുരാണങ്ങളിൽ വിഷ്ണു കഥ ചൊല്ലിയതും വിരുദ്ധവാദത്തിനൊരു മാതൃക മാത്രം. വിഭുവായ ഭഗവാനെ വിവരമില്ലാത്ത ഞാനും വിഷ്ണുവിനെ പറ്റി എന്തോ പറഞ്ഞു പോയി. പുരാണസാരമായിടും ഭാഗവതം തന്നിൽ മിന്നും ഗുരുവായൂരപ്പാ ഭക്തി എനിക്കേകണമേ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.